ഇന്ന് ബുധനാഴ്ച, ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പരിപാവനമായ ദുൽഖഅദ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നിലാവ് കണ്ടാൽ ദുൽഖഅദ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയേണ്ട, അറിയേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദുൽഖഅദ മാസത്തിൽ നമ്മൾ സ്ഥിരമായി പറയേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന 5 വമ്പൻ പ്രതിഫലങ്ങളുണ്ട്. ഒരാൾ ദുൽഖഅദ മാസത്തിൽ ഒരു ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 5 വലിയ പ്രതിഫലങ്ങളാണ്. ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ? ഏതാണ് ആ ദുആ? ആ ദുആയിൻ്റെ അർത്ഥം എന്താണ്? ആ ദുആ എപ്പോഴാണ് പറയേണ്ടത്? വളരെ സിമ്പിളായ ദുആയാണ്. അത് പറഞ്ഞാൽ 5 വമ്പൻ നേട്ടങ്ങളാണ്, മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ മക്കളുടെ SSLC പരീക്ഷ, അതുപോലെ മറ്റ് പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് വരുന്ന സമയമാണ്. ഒരുപാട് പേര് അൽഹംദുലില്ലാഹ് ഉന്നത മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ, തുടർന്നുള്ള നല്ല പഠനങ്ങൾ അല്ലാഹു തആല കൊടുക്കട്ടെ. ചില ആളുകൾക്ക് അല്ലാഹുവിൻ്റെ വിധി പോലെ ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തളരാൻ പാടില്ല. ഈ പരാജയം എന്താവണം? അതൊരു മുതൽക്കൂട്ടാക്കി, അതൊരു ഒരു പിടിവള്ളിയാക്കി മുന്നോട്ട് കയറാൻ, ആഞ്ഞു കയറാൻ, ഇന്ന് വിജയിച്ചവരെക്കാൾ ഒരു പിടി മുന്നിലായി ആ തോറ്റവർക്ക് കയറാൻ പറ്റണം. അതിനുള്ള ചില ടിപ്സുകളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അപ്പോൾ വരുന്ന ദുൽഖഅദ മാസത്തെ എങ്ങനെയാണ് വരവേൽക്കേണ്ടത്, എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, എല്ലാം ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ, ബഹുമാന, ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ബന്ധങ്ങളൊക്കെ നമുക്ക് കോർത്തിണക്കി, അല്ലേ? ഇന്ന് ഒരുപാട് ഉമ്മമാർ വിളിച്ച് പറയുന്നൊരു പരാതിയാണ്, ഉസ്താദെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളോട് പിണക്കത്തിലാണ്. ഒരു ഉമ്മ വിളിച്ച് വളരെ വിഷമം പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം, എൻ്റെ മോൾ എന്നോട് മിണ്ടിയിട്ട് 5 മാസമായി. അവൾ വിളിച്ചിട്ട് മറ്റുള്ളവരോട് വിളിച്ചിട്ട് എൻ്റെ കുറ്റം പറയുന്നു. ആ സ്വന്തം ഉമ്മാടെ കുറ്റവും ഇല്ലാത്ത കാര്യങ്ങൾ അത് കുറ്റമാക്കി മറ്റുള്ളവരെ വിളിച്ച് പറയുന്നു. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ ഒരു ഉമ്മ ആ മോളെ വളർത്തിയിട്ടുണ്ടാവുക, അല്ലേ? വാപ്പമാർ ജോലിക്കും മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള 20 ദിവസവും 30 ദിവസവും 40 ദിവസവും ഒക്കെയുള്ള കുട്ടികളെയൊക്കെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ ഉമ്മ ഒന്ന് കരയുമ്പോൾ എടുത്ത് പാല് കൊടുക്കുന്നതും പിന്നെ ആ പാല് കൊടുത്തിട്ട് ഗ്യാസ് തട്ടിക്കളയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ ഉമ്മ മോളെ വളർത്തിയത്. ഓളെ നല്ലതുപോലെ വളർത്തി കല്യാണം കഴിച്ചയച്ചു. എന്നിട്ട് ഈ ഉമ്മാവ് തന്നെ പറയുന്നു, ഉസ്താദ് എന്നോട് എൻ്റെ മോള് പിണങ്ങിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ വലിയ പ്രയാസത്തിന് 5 മാസമായി എന്നോട് മിണ്ടിയിട്ട്, ഓളൊന്നും മിണ്ടാൻ ഉസ്താദ് ദ്വാരക്കണമെന്നാണ്. അല്ലാഹു തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ആ ഉമ്മാടെ വിഷമം അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ എങ്ങാനും ഈ ഉമ്മയോട് പിണങ്ങിയ ഒരു സാഹചര്യത്തിലാണ് അവർ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ എത്ര റമദാൻ അവരുടെ ജീവിതത്തിൽ വന്നാലും, എത്ര ദുൽഹിജ്ജ മാസം വന്നാലും, എത്ര പവിത്രമായ മാസങ്ങൾ വന്നാലും, എത്ര ഇബാദത്ത് ചെയ്താലും അള്ളാഹു സ്വീകരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ 5 മാസം ചെയ്യുന്ന ഇബാദത്ത് അത് അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഉമ്മാടെ പൊരുത്തം വാങ്ങണം. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കട്ടെ. പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൻ്റെ അവസാനത്തെ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ബുധനാഴ്ച, ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, ഇന്ന് ശവ്വാൽ 29 ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ നമുക്ക് നാളെ ദുൽഖഅദ മാസം 1. ദുൽഖഅദ മാസം 1. ഇനി ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ല, പിറ കണ്ടില്ല എങ്കിൽ നാളെ ശവ്വാൽ മാസം 30 പൂർത്തിയാക്കി മറ്റന്നാൾ വെള്ളിയാഴ്ച ദുൽഖഅദ മാസം 1 ആയിരിക്കും. അപ്പോൾ ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട, പറയാൻ മറന്നു പോവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോകുന്ന ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ ഒരുപാട് ദിക്ർ പറഞ്ഞു, സ്വലാത്ത് പറഞ്ഞു, നമ്മുടെ വീഡിയോകൾ കാണുന്നവർ ഒരുപാട് പേര് ദുആ വസിയത്ത് പറഞ്ഞു. അതുപോലെ എത്രയോ സന്തോഷ വാർത്തകളാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എത്രയോ കമൻറ്റ്, ഉസ്താദ് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾ പണ്ട് മദ്രസയിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ മറന്നുപോയി, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്. അൽഹംദുലില്ലാഹ്, ആ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് തന്ന ഉസ്താദിനും കുടുംബത്തിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അല്ലാഹു ഖൈർ തരട്ടെ എന്നൊക്കെ എത്രയോ സന്തോഷകരമായ കമൻറ്റുകൾ വായിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ദുആയും ആ ഒരു കമൻറ്റും അതാണ് നമ്മുടെ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും കരുത്ത് തരുന്നത്. അല്ലാഹു തആല
നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, ഒരു തരത്തിലും ശ്രേഷ്ഠതയില്ലാത്ത ഇതുപോലുള്ള മാസങ്ങളൊക്കെ എടുത്തിട്ട് ഈ മാസത്തിൽ ഇത് ചെയ്താൽ ഇത് കൂലിയുണ്ട്, ഈ മാസത്തിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. അവരോട് പറയട്ടെ, ഈ കഴിഞ്ഞു പോയ റമദാൻ, അതുപോലെ തൊട്ടടുത്തത് നമ്മളിപ്പോൾ നിലനിൽക്കുന്ന നമ്മളോട് വിട പറയുന്ന ശവ്വാൽ, ഇനി വരുന്ന ദുൽഖഅദ, അത് കഴിഞ്ഞ് വരുന്ന ദുൽഹിജ്ജ, പിന്നെ വരുന്ന മുഹറം, ഇതിനെല്ലാം ശ്രേഷ്ഠതകളുണ്ട്. ഓരോ മാസത്തിനും അതിൻ്റെതായ പവിത്രതയും ശ്രേഷ്ഠതയും ഒക്കെ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ദുൽഖഅദ മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആദരിച്ച മാസമാണ്. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ അത് അള്ളാഹു തആല ആദരിച്ച മാസമാ, ബഹുമാനിച്ച മാസമാ. അതിൽപ്പെട്ട ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം, പിന്നെ ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, മുഹറം, ഈ 4 മാസവും അള്ളാഹ് ആദരിച്ച മാസമാണ്. അതുകൊണ്ട് ഈ ദുൽഖഅദ മാസത്തിന്റെ ശ്രേഷ്ഠത പറയുമ്പോൾ ഇതൊന്നും ഇല്ലാത്തതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതൊക്കെ ഉള്ള കാര്യം പല കിതാബുകളിലും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഇന്നത്തെ കാലത്ത് അൽഹംദുലില്ലാ നമുക്കൊക്കെ വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ ഉസ്താദുമാർ ഓരോ കിതാബും മറിച്ച് നോക്കി 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 എഴുതിയെടുത്ത് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആ ഒരു സമയക്കുറവ് മൂലം പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്ന് അൽഹംദുലില്ലാ സംവിധാനങ്ങളൊക്കെ വളരെ റാഹത്താൻ. നമ്മുടെ ഈ മൊബൈലിൽ തന്നെ ലക്ഷക്കണക്കിന് കിതാബുകളുള്ള PDF-കളുണ്ട്, ലക്ഷക്കണക്കിന് കിതാബുകളുള്ള ആപ്പുകളുണ്ട്. അതൊക്കെ നമ്മൾ ഒരു വാക്ക് നമ്മൾ അടിച്ചു കൊടുത്താൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ആയത്തുകൾ വരികയാണ്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇന്ന് മഗ്‌രിബോട് കൂടി ഒരുപക്ഷെ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിപാവനമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസം ഇന്ന് 1 അറിഞ്ഞാൽ, അതായത് ഇന്ന് നിലാവ് കണ്ടാൽ നമ്മൾ പറയേണ്ട, നിലാവ് കണ്ടാൽ ആകാശത്തേക്ക് തന്നെ നോക്കി പറയണം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ചന്ദ്രനെ കാണണം, അങ്ങനെയൊന്നുമില്ല. വിശ്വാസയോഗ്യമായ നിലയിൽ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വാർത്താ ചാനലിലൂടെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ഒരു വിവരം നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് പറയണം? എവിടെയാണോ നമ്മൾ ആ നിലാവ് കണ്ടു എന്ന് അറിയുന്നത് ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് പറയാം. എന്ത് പറയാം? ആദ്യം തന്നെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഈ ദുആ മറന്നു പോവണ്ട. അയ്യേ ഉസ്താദേ, ഇത് തന്നെയല്ലേ ശവ്വാൽ മാസം 1 ആയാൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ റമളാനിൽ പറഞ്ഞത്, ശഅബാനിൽ പറഞ്ഞത്, അതുപോലെ റജബിൽ പറഞ്ഞത്, എല്ലാ മാസവും ഇത് തന്നെയാണോ? അതെ, ഇത് തന്നെ. അതായത് ഒരു മാസത്തിന്റെ തുടക്കത്തിൽ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചന്ദ്രപ്പിറവി കണ്ടാൽ പറയൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള അതിമഹത്തായ ഒരു ദുആയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ആദ്യം തന്നെ ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ, അല്ലെ? പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഹജ്ജിന്റെ വിളംബര മാസമാണല്ലോ ദുൽഖഅദ മാസം. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. നമുക്കുമൊക്കെ താമസിയാതെ ഹജ്ജ് ചെയ്യാനുള്ള, ഉംറ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഹജ്ജിന്റെ വിളംബര മാസം ദുൽഖഅദ മാസം വരികയാണ്. അൽഹംദുലില്ലാ, ആദ്യം അല്ലാഹു സ്തുതി, അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാകുന്നു ഏറ്റവും വലിയവൻ. പിന്നെ പറയുന്നു അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. പടച്ചവനെ, ഈ ദുൽഖഅദ മാസം, ഈ പുതിയൊരു മാസം ഞങ്ങൾക്ക് നീ ഈമാനികമായ ആവേശമുണ്ടാക്കുന്ന, വർധനവുണ്ടാക്കുന്ന, ഇസ്ലാം ഞങ്ങളിൽ പൂർണ്ണമായും ചേരുന്ന, അതുപോലെ തന്നെ വലിയ ബറക്കത്തിൻ്റെ, വലിയ തൗഫീഖാത്തുകളുടെ, വലിയ ഖൈറാത്തുകളുടെ, വലിയ നന്മകളുള്ള ഒരു മാസമായി മാറ്റണേ അല്ലാഹ് എന്നാണ് ഏകദേശം ആ ദുആഇന്റെ അർത്ഥം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറയാൻ നമ്മളോട് പറഞ്ഞ ഒരു ദുആയാണിത്. അതുകൊണ്ട് ഈ ദുആ നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ദുആ നിങ്ങൾ പറയാൻ മറന്നു പോകരുത്. പിന്നെ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഇന്ന് നമ്മൾ നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി പറ്റുമെങ്കിൽ എന്നല്ല, നമ്മൾ ഓതിയേ മതിയാകും. അതായത് നിർബന്ധമായി ഓതിയില്ലെങ്കിൽ നരകത്തിൽ പോകും, അങ്ങനെയൊന്നുമല്ല. ഓതിയാൽ വളരെ ഖൈറാൻ, വളരെ ഖൈറാൻ. എന്താ? ലിഅന്നഹാ സൂറത്തുൽ മുൻജിയ, അതായത് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്നർത്ഥമുള്ള ആ ഒരു അർത്ഥത്തിൽ വരുന്ന വിശുദ്ധമായ ഖുർആനിലെ പവിത്രമായ സൂറത്തിൽപ്പെട്ട സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക്,
ആ സൂറത്തുൽ മുൽക്ക് 30 ആയത്താണ്. അതായത് ഇനിയുള്ള 30 ദിവസം അള്ളാഹുവിൻ്റെ വലിയ കാവലും സലാമത്തും ബറക്കത്തും കിട്ടാൻ ഈ ഒരു 30 ആയത്തുള്ള ഈ സൂറത്ത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യാൻ വിട്ടുപോകരുത്. സൂറത്തുൽ മുൽക്ക് അത് ഇന്നത്തെ ദിവസം നമ്മൾ ഓതുക. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഓതാം. നമുക്ക് കഴിയുന്നത് പോലെ സൂറത്ത് യാസീൻ ഓതുന്ന ആളുകളുണ്ട് അല്ലേ? യാസീൻ സൂറത്ത് ഓതുന്ന എല്ലാ ദിവസവും ഓതുന്ന ഉമ്മമാരുണ്ട്. പല ആളുകളും വിഷമങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും സൂറത്ത് യാസീൻ ഓത് ഉസ്താദ്, അത് എന്നും ഓതാറുണ്ട്, ഞങ്ങൾ സൂറത്ത് യാസീൻ എന്നും ഓതാറുണ്ട്, എന്നിട്ടും വിഷമം മാറുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നീയത്ത് നന്നാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ യാസീൻ സൂറത്ത് ഓതുന്നുണ്ട്, എല്ലാ ദിവസവും ഓതുന്നുണ്ട്, വേറെ നീയത്തൊന്നുമില്ല, വെറുതെ യാസീൻ വൽ ഖുർആൻ ഹക്കീം എന്ന് പറഞ്ഞ് ഓതുന്നു, അങ്ങനെയല്ല. നമ്മളൊരു സൂറത്ത് യാസീൻ ഓതുമ്പോൾ അതിൻ്റെ ചില മര്യാദകളുണ്ട്. യാസീൻ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം. ഒന്നാമത്തേത്, നമ്മൾ നല്ല നീയത്ത് മനസ്സിൽ വെക്കുക. നമ്മളെ നല്ല നീയത്ത്, എൻ്റെ രോഗം മാറണം, എൻ്റെ മക്കളുടെ രോഗം മാറണം, അല്ലെങ്കിൽ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ശരിയാവണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വലിയ ബർക്കത്തുണ്ടാവണം, അല്ലെങ്കിൽ ഇത് ഞാൻ ഓതുന്നത് എൻ്റെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ വാപ്പാക്ക് വേണ്ടിയാണ്. അങ്ങനെ മനസ്സിൽ എന്താണോ നീയത്ത്, ആ നീയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം കൊണ്ടുവരിക. എന്നിട്ടോ അൽ ഫാത്തിഹ, നമ്മൾ വേറെ ആരും വേണ്ട, നമ്മൾ തന്നെ ഓതുന്നു, അത് ഒരു പറയുക അൽ ഫാത്തിഹ എന്ന് പറയുക, അൽ ഫാത്തിഹ. എന്നിട്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക, അങ്ങനെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് നമ്മൾ അഊദും ബിസ്മി ഓതിയിട്ട് യാസീൻ സൂറത്ത് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ യാസീൻ, അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയാണ് നമ്മൾ യാസീൻ അങ്ങനെയല്ല ഓതേണ്ടത്. അതുപോലെ യാസീൻ അങ്ങനെയുമല്ല, യാസീൻ അങ്ങനെയാണ്, യാസീൻ വൽ ഖുർആനി, ഖുർആനി. നമ്മൾ യാസീൻ സൂറത്ത് ഓതിയിട്ട് അതിൻ്റെ നേട്ടം കിട്ടുന്നില്ല എന്ന് പറയുന്നവരെ, അതിൻ്റെ നേട്ടം കിട്ടാത്ത കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം ഓതുന്നത് യാസീൻ അല്ല, അക്ഷരത്തെറ്റൊക്കെ വരുത്തിയിട്ട് എന്താ ഒരു അശ്രദ്ധയോടുകൂടി പല ആളുകളും ഓതുന്നു. അങ്ങനെയല്ല, ഉസ്താദ് ഞങ്ങൾ മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾ പിന്നെയാണ് പതിയെ പതിയെ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയൊന്നും പോവാതെ പരമാവധി നമ്മൾ തെറ്റുകൂടാതെ ഓതുക. പിന്നെ തെറ്റ് സംഭവിക്കും, നമ്മളൊക്കെ പണ്ട് പഠിച്ചതൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം, വയസ്സ് കൂടുന്തോറും ചിലപ്പോൾ നമുക്ക് ഓർമ്മക്കുറവുണ്ടാവാം, ഓതുന്നത് തെറ്റുണ്ടാവാം. അപ്പോൾ അതൊക്കെ അല്ലാഹു തആല പുറത്തു തരും. എന്നാലും നമ്മൾ പരമാവധി ശ്രദ്ധയോടുകൂടി വേണം സൂറത്ത് യാസീനൊക്കെ ഓതാൻ. അങ്ങനെ സൂറത്ത് യാസീൻ പൂർണ്ണമായി നമ്മൾ ഓതുക, ശ്രദ്ധയോടുകൂടി ഓതുക. അത് കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു സൂറത്ത് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് 1 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 പ്രാവശ്യം. ഇതൊക്കെ ഓതിയിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ദുആ ഇറക്കാൻ. എന്നാൽ നമ്മൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചത് അത് അല്ലാഹു തആല നിറവേറ്റി തരും. അല്ലാതെ വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് യാസീൻ വൽ ഖുർആൻ ആർക്കോ വേണ്ടി ഓതുന്നത് പോലെയല്ല ഓതേണ്ടത്, ഓതുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യം ഇനി നമ്മൾ ഈ ഒരു മാസം കടന്നു വരുന്ന ദുൽഖഅദ മാസം, അത് പൂർണ്ണമായും അള്ളാഹുവിനെ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു മാസമാവണം. അതുപോലെ തന്നെ ചൂട് കൂടുകയാണ്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറി നമുക്ക് നല്ല ഹൈറായ മഴ കിട്ടണം, അല്ലേ? ഹൈറായ മഴ കിട്ടണം. ചൂടുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്, അതൊക്കെ റാഹത്തായി മാറണം. പിന്നെ അതുപോലെ തന്നെ ഇലക്ഷൻ്റെ റിസൾട്ടുകളൊക്കെ വരാനിരിക്കുന്നു. ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മൾ വോട്ട് ചെയ്തില്ലേ, അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നു. നമുക്ക് ഹൈറായ, നമുക്ക് നല്ല സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരികളെ നമുക്ക് കിട്ടണം, ആ ഒരു നീയത്ത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ പരീക്ഷ റിസൾട്ടൊക്കെ വന്നു, അൽഹംദുലില്ലാ, ഒരുപാട് പേര് ഉന്നത മാർക്കോടുകൂടി വിജയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇനി നമുക്ക് തുടർന്നുള്ള പഠനം അത് ഹൈറിലാവണം, റാഹത്തിലാവണം. +1 ഏതെടുക്കണം, +2 ഏതെടുക്കണം, ഏത് വിഷയം എടുക്കണം, അതുപോലെ ഡിഗ്രിക്ക് ഏത് വിഷയം എടുക്കണം. അങ്ങനെ പല ആളുകളും പല ചിന്തകളിലാണ്, പല തരത്തിൽ ഉന്നതമായ പഠനങ്ങൾ പഠിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അള്ളാഹു എല്ലാവർക്കും ഹൈർ കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. ഇനി ഉന്നതങ്ങളിൽ എത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ, ആമീൻ. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെ തോറ്റുപോയ ആളുകളുണ്ടാവും. നിങ്ങളുടെ തോൽവി ഒരു തോൽവിയല്ല, കാരണം നിങ്ങൾ പൊരുതിയിട്ടുണ്ട്, നിങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടല്ലേ 1-2 മാർക്കിനൊക്കെ നിങ്ങൾ പോയത്. അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ തോറ്റ ഇപ്പോൾ എത്രയോ നാടുകളിൽ ഈ കളക്ടർമാരും IPSകാരും IASകാരൊക്കെ ഈ ഉദ്ഘാടന ചടങ്ങിലൊക്കെ വരുമ്പോൾ ആദ്യം അവർ പറയുന്നത് 2007 അല്ലെങ്കിൽ 2003 ഇന്ന സ്കൂളിൽ ഒരു തോറ്റ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ആ വിദ്യാർത്ഥിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവർ തുടങ്ങുന്നത് തന്നെ അവരുടെ തോൽവിയുടെ കാര്യം പറഞ്ഞിട്ടാണ്.
അപ്പോൾ ഇങ്ങനെ പണ്ട് തോറ്റ ആളുകളാണ് പിന്നീട് ഒരുപാട് വാശിയോടുകൂടി പഠിച്ച് ഇന്ന് ഈ പ്രാവശ്യം ജയിച്ചവരെക്കാൾ മുന്നിൽ കയറുന്നത് ഒരുപക്ഷെ തോറ്റ ആളുകളായിരിക്കും. അതുകൊണ്ട് തോൽവി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു തോൽവിയാണ്. ദുനിയാവിലെ തോൽവി ഒന്നൊരു തോൽവിയല്ല, ആഖിറത്തിൽ തോറ്റ പിന്നെ തോൽവിയാണ്. അതൊരു വല്ലാത്തൊരു തോൽവി. പിന്നെ അവിടെ രക്ഷയില്ല, പരീക്ഷയില്ല, സേയില്ല, ഒന്നുമില്ല. ഇവിടെ നമുക്ക് സേ എഴുതാമല്ലോ അല്ലേ? നമുക്ക് സേ എഴുതി നമുക്ക് ഇനി പ്രാവശ്യം നമുക്ക് എഴുതാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും എഴുതാൻ പരീക്ഷ. അതൊക്കെ സൗകര്യമുണ്ട്, സംവിധാനമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇതൊരു തോൽവിയല്ല, ആരും നമ്മളെ പരിഹസിക്കാനും വരില്ല. അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഉഷാറായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇനിയുള്ള തുടർന്ന് പഠനങ്ങൾ അത് റാഹത്തിലാവാനും പിന്നെയോ നമുക്ക് നല്ല മഴ കിട്ടാനും പെട്ടെന്നുള്ള മരണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വരുന്നു. അല്ലാഹു ആലം എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ അതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള പെട്ടെന്നുള്ള അവസ്ഥകളെ തൊട്ടുള്ള കാവലുണ്ടാവാൻ, അതുപോലെ തന്നെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു, ആ രോഗങ്ങളൊക്കെ മാറാൻ, എല്ലാവിധ ഖൈറുണ്ടാവാൻ ഇനിയുള്ള മാസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാവിധ സമാധാനവും ഉണ്ടാവാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇനിയുള്ള എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്. എത്രമാത്രം നമ്മൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ പറയുന്നു അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തേത് ആയത്തുൽ കുർസി പതിവാക്കുക. മറന്നു പോകരുത്. ഇനിയുള്ള മാസങ്ങൾ, പ്രത്യേകിച്ച് ഇനി വരുന്ന ദുൽഖഅദ മാസം, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ആയത്തുൽ കുർസി പതിവാക്കുക. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ നമ്മൾ പതിവാക്കുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി പ്രത്യേകമായ ഒരു സ്പെഷ്യലായ ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇനിയും നമുക്ക് ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്, ഇനി ഒരുപാട് റിസൾട്ടുകൾ പല കുട്ടികളുടെയും വരാനുണ്ട്. അപ്പോൾ റിസൾട്ടുകളൊക്കെ റാഹത്താവാനും, ഇപ്പോൾ റിസൾട്ട് വന്ന കുട്ടികൾക്ക് ഇനിയുള്ള തുടർ പഠനങ്ങളൊക്കെ ഖൈറിലാവാനും സന്തോഷത്തിലാവാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ചൂടൊക്കെ മാറിയിട്ട് എല്ലാവിധ സമാധാനവും നല്ല ഖൈറായ മഴ കിട്ടാനും, അതുപോലെ ഇനി പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ മാറാനും, പിന്നെ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാനിരിക്കുന്നു അതിലൊക്കെ വലിയ സമാധാനം ഉണ്ടാവാനും, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ടുള്ള രക്ഷ കിട്ടാനും ഒക്കെയായി നമ്മൾ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും നമ്മൾ അധികരിപ്പിക്കേണ്ട, പറയേണ്ട ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ യാ മുഹവ്വിലൽ അഹ്വാൽ, അല്ലാഹുവേ ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്നവനെ, ഹാലുകൾ അവസ്ഥകളെ മാറ്റിമറിക്കുന്നവനെ, ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ, അല്ലാഹു ഞങ്ങളുടെ ഈ ഒരു ഞങ്ങൾ ഇപ്പം നിലവിലുള്ള ഞങ്ങളുടെ അവസ്ഥകൾ, പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളുടെ അവസ്ഥകളൊക്കെ മാറ്റി നൽകി നല്ല അവസ്ഥ, നല്ല ഒരു ഭാവി, നല്ല ഒരു ജീവിതം ഞങ്ങൾക്ക് നീ തരണയല്ലാ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഈ ദുആ നമ്മൾ മറന്നു പോകരുത്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ. ഈ ദുആ മറക്കല്ലേ. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ദുആ, അതുപോലെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം. ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ ദുൽഖഅദ മാസത്തിലേക്ക് പ്രവേശിക്കുന്നു. ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ ഇതിപ്പോൾ റമളാൻ പോലെ അല്ലെങ്കിൽ ഷഅബാൻ പോലെ റജബ് പോലെ വലിയ ഹൈപ്പുള്ള വലിയ പ്രത്യേകതയുള്ള മാസമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഈ ടി വിയിലൊന്നും പിറ കണ്ടു നാളെ ദുൽഖഅദ 1 എന്നൊന്നും കാണൂല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ പിറ കണ്ട് പിറ്റേന്നായിരിക്കും, ചിലപ്പോൾ പിറ്റേന്ന് പകലായിരിക്കാം ഞങ്ങൾ ഇന്നലെ നിലാവ് കണ്ടു എന്ന് അറിയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയണോ? പറഞ്ഞാൽ നമുക്ക് അപ്പോഴും കൂലിയുണ്ട്, അപ്പോഴും നമുക്ക് പറയാം. നമ്മൾ എന്നാണോ ഏത് സമയത്താണോ പുതിയ മാസത്തിൻ്റെ പിറ കണ്ടു അല്ലെങ്കിൽ നിലാവ് കണ്ടു, നമ്മൾ പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ നാളെ നമ്മൾ പത്രം എടുത്തു നോക്കുമ്പോൾ ദുൽഖഅദ 1, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ നോക്കുമ്പോൾ നാളെ സുബഹി കഴിഞ്ഞായിരിക്കും ദുൽഖഅദ 1 എന്ന് ചിലപ്പോൾ കണ്ടേക്കാം. അങ്ങനെ കാണുന്ന സമയത്തും നമുക്ക് എന്ത് പറയാം? ഈ പറയപ്പെട്ട ദുആകൾ, ദിക്റുകൾ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ എന്നാണോ അറിയുന്നത് അന്ന് നമ്മൾ പറയുക.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പവിത്രമായ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ദുൽഖഅദ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞു പോകുന്ന ശവ്വാൽ മാസം ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അല്ലെ. റമദാനിന് ശേഷം നമ്മൾ 6 നോമ്പൊക്കെ പിടിച്ചൊരു മാസമായിരുന്നു. അൽഹംദുലില്ലാ എല്ലാം അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇനിയും ഒരുപാട് റമദാനുകളെ, ശവ്വാലുകളെ, ദുൽഖഅദ്, ദുൽഹിജ്ജ മാസത്തെയൊക്കെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ ഇന്നത്തെ ക്ലാസ്സിൽ ദുആ ഇറക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിരവധി പേരാണ് പറഞ്ഞത്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ. അതുപോലെ തന്നെ നല്ല ഹൈറായ മഴയെ അള്ളാഹു താല നമുക്ക് നൽകുമാറാവട്ടെ. ലോക മുസൽമാൻ ഒരുപാട് പ്രശ്നത്തില, പ്രതിസന്ധിയില, എല്ലാവർക്കും അള്ളാഹു താല സമാധാനവും റാഹത്തും ഇസ്സത്തും കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.